മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ലേസർ ആൾ-ഇൻ-വൺ പ്രിന്ററായ Canon MF244dw എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് Canon ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ സപ്പോർട്ട് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നിങ്ങൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടില്ല. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അവസാന ഭാഗത്തുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളത്. ഇവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഇവിടെ ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. പേജ് റീലോഡായി വന്നാൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഒട്ടുമിക്ക ഇപ്പോൾ പുതിയ ലാപ്പിലും ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കോമ്പാറ്റിബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്യുന്നു. അവിടെ കണ്ടില്ലേ, ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയതായിരിക്കും നിങ്ങളുടെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. മാക് ആണെങ്കിൽ മാക്കിൻ്റെതും അതേപോലെ ബ്രാക്കറ്റിൽ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Windows 10 64 ബിറ്റുള്ളൊരു കമ്പ്യൂട്ടറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ നേരെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ആ ഡിറ്റക്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഈ പേജ് റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നതിന് ശേഷം ഇവിടെ താഴെ 3-4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സെൻട്രൽ കാണുന്ന ഈ Windows 64 ബിറ്റ് MF249 കാണുന്ന കണ്ടില്ല ഫാക്സ് എല്ലാം പാടുള്ളൊരു ബണ്ടിൽ പാക്കേജാണത്. 229 MB ഒരു ഫയലാണത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് വരും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും സെൻട്രലായിട്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നുള്ളത് കൊടുക്കുക. നമുക്കിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന USB കണക്ഷനാണ്. അപ്പോൾ USB കണക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവസാന ഭാഗത്തുന്ന സമയത്ത് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറയും. കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കേബിൾ വഴി കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ.
അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വരുന്നതാണ്. ദ ഡിവൈസ് ഈസ് കണക്റ്റഡ് ഇൻ യുവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് വരുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം എക്സിറ്റ് എന്നുള്ളത് കൊടുക്കുക. എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. അത് ജസ്റ്റ് അക്സെപ്റ്റ് എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അക്സെപ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ വീണ്ടും ഐ അക്സെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതൊരു ഇൻസ്റ്റാളേഷൻ ഫയൽ ക്ലോസ് ആയി പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന് എന്ത് ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയിട്ട് നമ്മുടെ പ്രിൻ്ററിൻ്റെ അവിടെ നിന്ന് ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് സെലക്ട് ചെയ്തു. ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ആക്കിയ സമയത്ത് നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രിൻ്റർ ഡിറ്റക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ അവിടെ പേരിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു പ്രിൻ്റ് കമാൻഡ് പോയിട്ട് പ്രിൻ്റ് ടെസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പ്രിൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.